ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓർക്കുക, ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കണം, അല്ലാത്തത് വിട്ടേക്കണം. മനസ്സിലായോ? ഈ റീഡിങ് കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അവസ്ഥ ഒന്നല്ല. പലതരത്തിലുള്ള സാഹചര്യമാണ്. പലരും തീർത്തും ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പലർക്കും പലതരത്തിലുള്ള സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കണം. ഇവിടെ നമ്മൾ ടാരോ കാർഡ്സ് ഉണ്ട്, ക്ലാരിഫിക്കേഷന് ഒറക്കിൾ കാർഡ്സ് ഉണ്ട്, ലവ് റിലേഷൻഷിപ്പ് റീഡിങ്ങിൻ്റെ കാർഡ്സ് ഉണ്ട്, അതുപോലെ ക്ലൂസ് ഉണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അവരുടെ കറണ്ട് എനർജി നോക്കാം. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ലവേഴ്സ്, പേജ് ഓഫ് സ്വോർഡ്സ്, Seven of Wands, Knight of Wands, Justice, Nine of Swords, Ten of Wands, the World. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോർഡ്സ് ആണ്. അവരിവിടെ കണ്ടില്ല, അവരിവിടെ നിങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ. നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ കാർഡ്സും കൂടി എടുക്കാവേ. മാസ്റ്റർ, ബ്രേക്ക് ത്രൂ, പോസിബിലിറ്റീസ്, friendliness, laziness, control, the bird. മതി നോക്കുക. നത്തിങ്നെസ് ആണ്, കണ്ടോ? ഈ ഒരു സമയത്ത് അവർക്ക് ചിന്തകളൊന്നുമില്ല. കാരണം മറ്റ് ചിന്തകളൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരേ ഒരു ആഗ്രഹത്തിലിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്താണ് ഇവിടെ ഒരേ ഒരു ആഗ്രഹം? നമുക്ക് നോക്കാമല്ലോ. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കുറച്ച് പാടുപെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. എന്ത് പ്രയത്നിച്ചാലും വേണ്ടില്ല, അവർ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകണം. അടുത്തതായിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം. അത്രയധികം ഡീപ്പാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇത് ലവേഴ്സ് വന്നിരിക്കുന്നു. കൂടിച്ചേരാനുള്ള എനർജിയാണിത്. കൂടിച്ചേരും, നിങ്ങൾ തമ്മിലുള്ള ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ കണക്ഷനാണിത്.
നിങ്ങളുടെ ഈ ബന്ധത്തിൽ നല്ല ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു, മുൻപും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി അങ്ങോട്ടും ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ലവേഴ്സ് എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മുൻപേ തന്നെ വളരെയധികം സ്നേഹത്തിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലായി? വളരെയധികം സ്നേഹത്തിലാണ് നിങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സ്നേഹം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ പാടുപെടുന്നത്. കണ്ടോ, 8 ഓഫ് പെന്റക്കിൾസ് ആണിത്. അഹോരാത്രം പാടുപെടുന്നു. എന്തിനെയൊക്കെയോ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എന്തൊക്കെയോ നേടാനുള്ള അശ്രാന്ത പരിശ്രമമാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അവരൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 9 ഓഫ് സോഡിൻ്റെ അവസ്ഥ. 9 ഓഫ് സോഡിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. അതിലവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല, അവർക്ക് ഉറക്കമില്ല, അവർ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇവർക്ക് ഇവിടെ ക്ലാരിഫിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് എന്താണ്? ബർഡനാണ്. ഈ ഒരു ബർഡൻ നിമിത്തമാണ് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത അവസ്ഥ വന്നത്. ഒന്നുകിൽ ഈ ഒരു ബർഡൻ എന്ന് പറയുന്നത് എന്താണ്? അവർ ഒരുപാട് ഭാരം ചുമക്കുന്ന ഒരവസ്ഥ. അവരുടെ ഫാമിലിയിലാവാം, അല്ലെങ്കിൽ അവർക്ക് മറ്റു ചില ബന്ധങ്ങളിൽ ആകാം, ബന്ധങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ അവർക്കൊരു ഭാരമായിട്ട് അവർ ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അവർ പറയുന്നതിനനുസരിച്ച് ഇവർക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. കണ്ടോ? അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ഇവർ ഇവിടെ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ഭാരം അവർ കൊടുത്തിട്ടുണ്ട്. ആരായാലും മറ്റൊരു ആൾക്കാരുണ്ടായിരിക്കാം, മറ്റൊരു തേർഡ് പേഴ്സൺ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് ഇവർക്ക് ഇവിടെ മുന്നോട്ട് പോയേ പറ്റൂ. അവർ ഒരുപാട് ഭാരം ചുമക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഭാരം ചുമന്ന് ഇവർ ഇവിടെ തളർന്നു. ഇവിടെയും കണ്ടില്ലേ, ഇവിടെ ഭാരം ചുമന്ന് തളരുന്നു. ഇവിടെയും അത് തന്നെയാണ്. 10 ഓഫ് വാൻസ് പറയുന്നത് എന്താണ്? ഭാരം ചുമന്ന് തളരുകയാണ് ഇവിടെ. ഇനി എന്താണ് ഇവിടെ താഴെ വയ്ക്കുന്നത്? ഈ ഭാരം കൂടുതലായിട്ട് ചുമക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താണ്? അവരിവിടെ ഇത് താഴെ വയ്ക്കും. താഴെ വെച്ചിട്ട് എന്താണ്? ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങും. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായി കണക്റ്റ് ആവണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോഴെന്താണ്? നിങ്ങളുമായി കണക്റ്റ് ആകുമ്പോൾ ഇത്രമാത്രം ഭാരമില്ല. അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭാരമാണ് അവർ ഇപ്പോൾ വഹിക്കുന്നത്. കണ്ടില്ലേ? മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് അവർ ഇവിടെ ഒരുപാട് ഭാരം ചുമന്ന് ക്ഷീണിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കണ്ടില്ലേ, നിങ്ങളിലേക്ക് വരാനുള്ള ആക്ഷൻ എടുക്കുകയാണ്. ഇവർ ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൂര നാട്ടിലായിരിക്കണം. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് അതിയായ ആവേശത്തോടുകൂടി ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്ന എനർജിയാണിത്. വാൺസ്, നൈറ്റ് ഓഫ് വാൺസ് ആണ്. വാൺസ് ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് പെൻഡക്കിളാണ്. പെൻഡക്കിൾ എർത്ത് സൈൻ ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ കണ്ടോ, 7 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്? ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം തടഞ്ഞു നിർത്തുകയാണ്. ഒരു ബൗണ്ടറി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ അതിനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. എന്തിനു വേണ്ടിയാണത്? നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ബൗണ്ടറി ഇവിടെ ആ വ്യക്തി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴോ പിന്നെയോ നിങ്ങളെ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഇവിടെ അവർ നോക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല, പക്ഷേ ചിലപ്പോൾ നിങ്ങളെവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാവാം. എന്നാലും ശരി, അവർ എതിലേ എങ്കിലും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി എവിടെയെങ്കിലും നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നു. മനസ്സിലായോ? സ്പൈ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ജസ്റ്റിസ് വേണമെന്ന്. കാരണം എന്താണ്? അവരിപ്പോൾ ചുമക്കുന്ന ഈ ഭാരം താഴെ വയ്ക്കുക, നിങ്ങളുമായിട്ടൊരു കൂടിച്ചേരൽ വരിക, അവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം, അവരായിട്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ഉപേക്ഷ കൊണ്ടാണ് ലേസ്നെസ്, അവരുടെ ഉപേക്ഷ കൊണ്ടാണ് ഇത്രയും സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും നിങ്ങൾ വിഷമിക്കേണ്ട അവസ്ഥ വന്നത് അവരുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്.
അതിലവർക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അവരുടെ മാസ്റ്ററായിത്തീരും എന്നാണ്. കണ്ടോ, നിങ്ങളെ അവർ അവരുടെ മാസ്റ്ററായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇവിടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും തകർത്തുകൊണ്ട് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും തകർത്ത് പഴയ ആ അധികാരഭാവം വീണ്ടെടുക്കണം. മുൻപ് തന്നെ അവർക്കുണ്ടായിരുന്നു, ഒരു അധികാരസ്ഥാനം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താണ്, അവർ മറ്റു പല ചിന്തകളിലേക്കും പോയി, മറ്റു പല കൂട്ടുകെട്ടുകളിലേക്കും പോയി. അതുകൊണ്ടാണ് ഇത്ര വലിയ ബർഡൻ ഇവിടെ സഹിക്കേണ്ടി വന്നത് എന്നാണ് കാണുന്നത്. കണ്ടോ, ഇത്ര വലിയ ബർഡൻ ഇവിടെ സഹിക്കേണ്ടി വന്നത് എന്താണ്? അതുകൊണ്ടാണ്, ഇടയ്ക്ക് വന്ന പ്രശ്നങ്ങൾ നിമിത്തമാണ് അവർക്കിത് സഹിക്കേണ്ടി വന്നത്, ഈ ഒരു വലിയ ഭാരം ചുമക്കേണ്ടി വന്നതും. പക്ഷേ ഇനി ഇവിടെ താഴെ വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി ഇവിടെ ഇത് താഴെ വെച്ചിട്ട് കണ്ടില്ലേ, ഒരുപാട് ദുഃഖം അനുഭവിക്കുകയാണ്. നിങ്ങളെ പിരിഞ്ഞതിൽ അവർ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ചോദിക്കും ചിലരൊക്കെ ചോദിക്കും, എനിക്ക് പിന്നെ വന്നുകൂടെ? അതിനുള്ള സമയമായിട്ടില്ല, മനസ്സിലായി? അല്ലെങ്കിൽ അത് വരാനായിട്ട് കുറച്ചുകൂടി സമയം എടുക്കേണ്ടി വരും. അതാണ് ഇവിടെ ഒരു ജസ്റ്റിസിന് വേണ്ടി അവർ നോക്കിയിരിക്കുന്നുണ്ട്. നിങ്ങളുമായി എന്താണ് ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, എല്ലാം കളഞ്ഞിട്ട്, പഴയ കാലത്തെ എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം. അതവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ഇവിടെ വേണം എന്ന് തന്നെയാണ് ഇവിടെ അവർ വിചാരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നാണ് ഇവിടെ. കണ്ടില്ല, ഇവിടെ ന്യൂ ബിഗിനിങ് ആണ്. 10 of Wands പറയുന്നത് എന്താണ്? ന്യൂ ബിഗിനിങ് ആണ്. ഇതിവിടെ തീർത്തു, ഈ ഭാരം ഇവിടെ തീർത്തു. ഇനി ന്യൂ ബിഗിനിങ് ആണ്. അത് ആരുമായിട്ടാണ്? നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി അതിനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് അവർ ആരായുന്നു. നിങ്ങളുമായി കൂടി ചേരാനുള്ള പോസിബിലിറ്റീസ്, അതിനുള്ള സാധ്യതകൾ എന്താണോ അതാണ് അവരിവിടെ നോക്കുന്നത്. എന്നിട്ടെന്താണ്? ഫ്രണ്ട്ലിനെസ്, ഒന്നിച്ച് ചേരണം. ഇതില്ലാതെ പറ്റില്ല, നിങ്ങളില്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കൂടി ചേർന്നുവെങ്കിൽ മാത്രമേ ഒരു നിലനിൽപ്പ് വരൂ. അവരുടെ ആ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളും കൂടെ വേണം, നിങ്ങളും കൂടി ചേരേണ്ടതായിട്ടുണ്ട്. കണ്ടോ, നിങ്ങളായിരുന്നു അവരുടെ എല്ലാം. കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കൊടുത്തിരുന്നത് നിങ്ങളായിരുന്നു. അവരുടെ ലോകമെന്ന് പറയുന്നത് നിങ്ങളായിരുന്നു. അവരുടെ ഈ പൂമരം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് നഷ്ടപ്പെട്ടു പോയി. അത് വീണ്ടും അവർ കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നു. ദ ലവേഴ്സ് കണ്ടില്ലേ ഇവിടെ, ദ ലവേഴ്സ്. അതുപോലെ എന്താണ്? ഫ്രണ്ട്ലിനെസ്. ഈ ഒരു വലിയ സുഹൃത്ത് ബന്ധം, ഈ റൊമാൻറ്റിക് ലൈഫിനിടയ്ക്ക് കൊണ്ടുവരുന്ന സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബോണ്ട് വളരെയധികം ശക്തിപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഈ ഒരു റൊമാൻറ്റിക് ലൈഫ് നാടകീയമായിട്ട് തന്നെ വളരെയധികം തഴച്ചു വളരുന്നതാണ്. അതാണ് അവർ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാതിരിക്കത്തില്ല. ഈ ഒരു ബന്ധം ഇവിടെ എന്താണ്? ഒന്നു ചേരാനുള്ളതാണ്. ഇതിവിടെ നിങ്ങൾക്ക് ഒന്നു ചേരാനുള്ളത് തന്നെയാണ്. ഇതൊരു ദൈവാനുഗ്രഹത്തിൻ്റെയാണ്. ദൈവം തന്നെ നിങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കുന്ന ഒരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ കണ്ടില്ലേ, അവർ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നുണ്ട്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതാണ്. ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുമെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നാളെ വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് തുടങ്ങുകയല്ലേ? അപ്പോൾ അതിൻ്റേതായ സന്തോഷം. നമുക്ക് നോക്കാം എങ്ങനെയുള്ള കണക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ത്രീ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഡീപ്പ് ഇഷ്യൂസ് ആൻഡ് ലവ് ട്രയാങ്കിൾ. കണ്ടോ, ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ അവർ ഈ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോയിരിക്കുന്നു. നിങ്ങളുമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം അവരെന്താണ്? അവരുടെ ഹൃദയം മുറിപ്പെട്ട ഒരവസ്ഥ, വളരെയധികം ദുഃഖം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഫൈവ് ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ? അബണ്ടന്റ് ആൻഡ് ഡിസെൻഗേജ്ഡ് ലവ്. ഇവിടെ എന്താണ്? ഇവിടെ നഷ്ടപ്പെട്ടു പോയില്ലേ നിങ്ങൾ തമ്മിൽ? ഇടയ്ക്ക് വേർപിരിഞ്ഞു പോയി. അവർ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ വന്നു.
ഇടയ്ക്ക് അവരൊറ്റപ്പെട്ട ഒരവസ്ഥയിൽ വന്ന് നിങ്ങളുമായി അകന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആ സ്നേഹം മനസ്സിലായതിന് ശേഷം അവർക്ക് ഒരൊറ്റപ്പെടലാണ് അനുഭവപ്പെട്ടത്. കാരണം നിങ്ങളുടെ വേർപാടിൽ ഒരൊറ്റപ്പെടൽ അവർ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നവർ ചിന്തിക്കുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എംപററാണ് വന്നിരിക്കുന്നത്, റേഷണൽ ആൻഡ് ലെവൽ ഹെഡഡ് ലവ്. കണ്ടോ, ഇനി ഈ ഒരു അവസ്ഥയാണ്. ഇനി എന്താണ്, ഇനി ഈ ഒരു അവസ്ഥയിലേക്ക് വരണം. 6 ഓഫ് വാൻഡ്സ് വന്നിട്ട് വിക്ടോറിയസ് ആൻഡ് സ്റ്റേബിൾ ലവ്. കണ്ടോ, ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്, 6 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ എന്താണ്, എല്ലാ വിധത്തിലും ഒരു സക്സസ് വേണം. ഇവിടെ പറയുന്നത് വിക്ടോറിയസ് ആൻഡ് സ്റ്റേബിൾ ലവ് ആണ്. ഈ ലവിന് അതായത് ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഇടയ്ക്ക് നഷ്ടപ്പെട്ടല്ലോ, ഇനി അത് വേണം എന്നാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത്. പിന്നീട് എന്താണ്, 10 ഓഫ് കപ്സ്. നിറഞ്ഞ സ്നേഹത്തിലൂടെ മുന്നോട്ട് വരണം. ഫാമിലി ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫാമിലി ഉള്ളവരാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചെടുക്കണം. ചിലപ്പോൾ മാര്യത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ടെങ്കിൽ മാര്യത്തിലേക്ക് പോകുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നവർ ആഗ്രഹിക്കുന്നല്ലോ. ചിലപ്പോൾ എൻഗേജ്മെൻറ്റിലേക്കാവാം, ചിലപ്പോൾ മാര്യേജിലേക്കാവാം. അത് നിങ്ങളുടെ സാഹചര്യമാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അതനുസരിച്ചെടുക്കണേ. അപ്പോൾ ഇവിടെ 6 ഓഫ് വാൻഡ്സ്, ഇവിടെ വീണ്ടും സ്റ്റെബിലിറ്റി. ഇവിടെ കണ്ടില്ലേ എംപററുടെ പദവി, ഇവിടെ സ്റ്റെബിലിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും സ്റ്റേബിളായ ഒരു ലൈഫിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനിയും ഒരു കൂടിച്ചേരൽ വരുന്നത് ഇങ്ങനെ ആയിരിക്കണം, അതുപോലെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്നും അവർ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ തുടക്കം വേണം നിങ്ങളുമായിട്ട് എന്നാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ന് ഇവിടെ കാണുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫ് അത് ഒരു ബിഗിനിങ്ങിലേക്ക് വരുന്നു, ഒരു ന്യൂ ബിഗിനിങ്. അതായത് വാലന്റൈൻസ് ഡേയിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും. അതാണ്. ഇനി നമുക്ക് ക്ലൂസ് നോക്കാവേ. എടുത്തിരിക്കുന്ന ക്ലൂസ് ഇവിടെ നോക്കാം. ലിബ്രയാണ്, തുല മലയാള മാസം തുല, ചിത്തിര, ചോതി, വിശാഖം, മുക്കാല്. ജെമിനി, സോഡിയക് സൈൻ ജെമിനി, മിഥുന മാസം, മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാല്. കോട്ടയം, കാസർഗോഡ്, ലെറ്റർ സി, ലെറ്റർ ഡി, ദീപവര, ചിത്രവര, നമ്പർ 8. ആരുടെയെങ്കിലും ബർത്ത്ഡേറ്റ് ഉണ്ടാവാം. നമ്പർ 1, മെയ് മന്ത് മെയ്. സോഡിയക് സൈൻ ലിയോ, ചിങ്ങമാസം, മകം, പൂരം, ഉത്രം, കാൽ. പാലക്കാട്, ജി എച്ച്, ലെറ്റർ ജി, ലെറ്റർ എച്ച്. മാർച്ച് മാസം, നമ്പർ 7, തിരുവനന്തപുരം. ജൂൺ മന്ത്, ഇടുക്കി. ഏരീസ്, സോഡിയക് സൈൻ ഏരീസ്, മേടമാസം, മേടം, അശ്വതി, ഭരണി, കാർത്തിക, കാൽ.
സോഡിയാക് സൈൻ ക്യാൻസർ, കർക്കിടകം. പുണർതം കാൽ, പൂയം, ആയില്യം. വയനാട്. ലെറ്റർ എ, ലെറ്റർ ബി. നമ്പർ 9. സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ സാജിറ്റേറിയസ്, ധനുമാസം. മൂലം, പൂരാടം, ഉത്രാടം കാൽ. ടോറസ്, ഇടവം. കാർത്തിക മുക്കാൽ, രോഹിണി മകയിരം അര. അക്വേറിയസ്, കുംഭമാസം. അവിട്ടം അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഇത് ഇനി ഈ റീഡിങ് ആർക്കൊക്കെ റെസണേറ്റ് ആയോ, അല്ലെങ്കിൽ ക്ലൂസ് ആർക്കൊക്കെ റെസണേറ്റ് ആയോ എനിക്കറിഞ്ഞുകൂടാ. ഞാനിവിടെ വന്നിരിക്കുന്ന കാർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ചാനൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ.